Good morning, all. Good morning. Last class we discussed, I think, requirements of effective coordination, effective orientation action. Page number 60 ആണ്. Requisite of effective orientation. Effective orientation വേണ്ട factors, requirements ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ട്. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ടോപ്പ് മാനേജ്മെന്റിൽ നിന്നുള്ള ഇൻവോൾവ്മെന്റ് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ടോപ്പ് മാനേജ്മെന്റിൽ നിന്ന് ഒരു പ്രോപ്പർ ഇൻവോൾവ്മെന്റ് നമുക്ക് വേണം. ഒരു എഫക്റ്റീവ് കോർഡിനേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ആയിട്ട് 1 മിനിറ്റ് സ്ക്രീനിൽ വന്നില്ല അല്ലേ ഇമേജ്? ഓക്കെ. ഇൻവോൾവ്മെന്റ് വേണം. ടോപ്പ് മാനേജ്മെന്റിൽ നിന്ന് വേണം ഒരു എഫക്റ്റീവ് ഇൻവോൾവ്മെന്റ് വേണം. ദെൻ പ്രയർ പ്ലാനിങ്, നമ്മൾ ഓറിയന്റേഷന് മുമ്പ് പ്രീ പ്ലാനിങ് പ്രോഗ്രാംസ് നടത്തണം. ഇൻഡക്ഷൻ എങ്ങനെ കണ്ടക്ട് ചെയ്യണം, പ്രീ പ്ലാൻ ചെയ്യണം. അതേപോലെ പോസ്റ്റ് ഇൻജക്ഷൻ സ്റ്റേജസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നെക്സ്റ്റ് ആണ് അസസ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ റിലേറ്റഡ്. നമുക്ക് എംപ്ലോയീസിന് എന്തെല്ലാം ഇൻഫർമേഷൻ ആണ് വേണ്ടത് അത് നോക്കിയിട്ട് നമ്മളത് അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രൊവൈഡ് ചെയ്താൽ മതി. എക്സ്ട്രാ ഇൻഫർമേഷൻസോ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഒരു ഫീഡ്ബാക്ക് സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്താണ് അക്യൂർ ചെയ്തത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീഡ്ബാക്ക് സെഷൻ കണ്ടക്ട് ചെയ്യാം. ഗിവിംഗ് നോളജ് ടു ന്യൂ എംപ്ലോയി. ഇനി എക്സ്ട്രാ നോളജ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. അതേപോലെ ഗ്രാജുവൽ ഇൻട്രോഡക്ഷൻ വന്നിട്ട് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ എയിം ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, അല്ലാതെ പെട്ടെന്ന് തന്നെ കമ്പനിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഒരു ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അതേപോലെ എംപ്ലോയീസിന് ആവശ്യത്തിന് സമയം കൊടുക്കണം. സഫിഷ്യന്റ് ടൈം ഷുഡ് ബി ഗിവൺ ടു ന്യൂ എംപ്ലോയി. അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ഓർഗനൈസേഷൻ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് മാറാനും അവർക്ക് സഫിഷ്യന്റ് ടൈം പീരീഡ് കൊടുക്കണം. ഇൻഡക്ഷൻ മസ്റ്റ് ഇൻക്ലൂഡ് ഓൾ നെസസറി ഇൻഫർമേഷൻ. ഏതൊരു ഇൻഡക്ഷൻ പ്രോഗ്രാമിലും നമുക്ക് വേണ്ട നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സിൽ നിന്ന് ഡയറക്ഷൻസ് അനുസരിക്കണം. ദെൻ കൺക്ലൂഡിംഗ് സെഷൻ, ഒരു ലാസ്റ്റ് ആയിട്ട് എന്താ പറയാ, ഒരു ആൻസൈറ്റി റിഡക്ഷൻ സെഷൻ പോലെ ഒരു ചെറിയൊരു സെഷൻ കണ്ടക്ട് ചെയ്ത് കൺക്ലൂഡിംഗ് സെഷൻ കണ്ടക്ട് ചെയ്ത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് എംപ്ലോയീസിന് എന്തെങ്കിലും റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതും കൂടി ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഒരു അവസരമാണ് കിട്ടുന്നത്. ഇത്രയുമാണ് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ റിക്വയർമെന്റ്സ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു എഫക്റ്റീവ് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ്. ഒരു നല്ലൊരു എഫക്റ്റീവ് ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് അത് അക്യൂർ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. ആദ്യം പറയുന്നത് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. എന്താണ് ലേബർ ടേൺ ഓവർ? കുറെ പ്രാവശ്യമായില്ലേ ലേബർ ടേൺ ഓവർ പറയുന്നു. മീനിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് ലേബർ ടേൺ ഓവർ? ആർക്കും അറിയില്ല. അതെ, ആ ജോലിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുക. അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം എന്താണ്, ഓൾറെഡി ഈ എംപ്ലോയീസിന് ഓർഗനൈസേഷൻ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലൂടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള നോളജും ജോബിന്റെ നോളജും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജോബ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഒരു എഫക്റ്റീവ് ഇൻജക്ഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ, ഒരു നല്ലൊരു എഫക്റ്റീവ് ഇൻജക്ഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് ലേബർ ടേൺ ഓവർ കുറയ്ക്കാൻ പറ്റും. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ലേബേഴ്സ് എന്ത് ചെയ്യില്ല, കൊഴിഞ്ഞു പോവില്ല. ഇനി അടുത്തതാണ് helps to create a realistic employee expectation. നമ്മുടെ എംപ്ലോയിയുടെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണോ അത് നമുക്ക് റിയലിസ്റ്റിക് ആക്കാനായിട്ട് പറ്റും. അത് നമുക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു ന്യൂ എംപ്ലോയി ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലൂടെ ഒരുപാട് എക്സ്പെക്ടേഷൻ, നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അപ്പോൾ ആ എക്സ്പെക്ടേഷൻ ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ എഫക്റ്റീവ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു സ്ഥാപനമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാനായിട്ട് പറ്റും.
ക്രിയേറ്റ് എ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ എംപ്ലോയർ. നമുക്ക് ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എംപ്ലോയർക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാം, അതേപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ എംപ്ലോയിക്ക് ടുവേഴ്സ് ആയിട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ബിൽഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. Then assist a new employee to contribute organization success more quickly. അപ്പൊ നമ്മളുടെ ന്യൂ എംപ്ലോയീസിന് എന്താണ് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സക്സസ് ക്വിക്ലി അച്ചീവ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട അസിസ്റ്റൻസ് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ടൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അപ്പൊ ഓർഗനൈസേഷൻ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, അവരുടെ നീഡ്സ് എന്താണ് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും പറ്റും. നമുക്ക് നോക്കാം കേട്ടോ എന്തെല്ലാമാണ് ബെനിഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നാണ്. ഓറിയന്റേഷൻ ഗീവ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ്. ഫസ്റ്റ് വൺ, റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. The first stage of the employee's period of service show high labor turnover. ആദ്യത്തെ സ്റ്റേജിൽ ചിലപ്പോൾ എംപ്ലോയീസ് വരും, മേ ബി അവർ സ്റ്റേബിൾ ആയിട്ട് നമ്മളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകും. അവർക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇഷ്ടമായില്ലെങ്കിൽ മേ ബി ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. If the employee is allowed to develop negative opinion towards the job during this time, നമ്മൾ ആദ്യമായിട്ട് ഒരു ജോബിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് മേ ബി എനിക്ക് പറ്റിയ ജോബ് അല്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ജോബിനെ കുറിച്ചൊന്നും അറിയില്ല, അവർക്ക് ഭയങ്കര ഇന്റൻഷൻ ആയിരിക്കും എന്ത് നമുക്ക് ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്യാന്നുള്ളൊരു ഇന്റൻഷൻ അവർക്ക് ഉണ്ടാവാറുണ്ട്. Then the employee can be induced to be quit the organization. സാധാരണയായിട്ട് പുതിയൊരു എംപ്ലോയി എന്ത് ചെയ്യും, ഈ ഓർഗനൈസേഷന് ക്വിറ്റ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അപ്പോ ഫസ്റ്റ് സ്റ്റേജിൽ സാധാരണയായിട്ട് പീരീഡ് ഓഫ് സർവീസിൽ ഹൈ ലേബർ ടേൺ ഓവേഴ്സ് ഓർഗനൈസേഷൻ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ മേ ബി അത് നെഗറ്റീവ് ഒപ്പീനിയൻ, ആ ജോബിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് ഒപ്പീനിയൻ ഡെവലപ്പ് ചെയ്യുന്ന ഭാഗമാവാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ടഫാണ് ആ ജോബ്, ഭയങ്കരമായിട്ട് എന്താ പറയാ ടഫാണെന്നുള്ള ഒരു ഫീലിംഗ് വരുന്നതുകൊണ്ടാവാം എംപ്ലോയീസ് എന്ത് ചെയ്യും, ക്വിറ്റ് ചെയ്യും. അപ്പൊ ലേബർ ടേൺ ഓവർ ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് ടു ലെസ് ബൈ യൂസിങ് ആൻ എഫക്റ്റീവ് ഇൻജെക്ഷൻ പ്രോഗ്രാം. ഒരു നല്ലൊരു ഇൻജെക്ഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് ലേബർ ടേൺ ഓവർ കുറയ്ക്കാൻ പറ്റും. കാരണം അവരെന്താണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായി ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇന്ന കാര്യങ്ങളാണ് ഇവിടെ വർക്ക്, ഇങ്ങനെ പോലെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിനോട് കാര്യങ്ങൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ പറയാം, ട്രെയിനിങ് ഒക്കെ കൊടുക്കാം. ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ റിയൽ വർക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയായിരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. സോ നല്ലൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ, കമ്പനിയിൽ നല്ലൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ വർക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും, ലേബർ ടേൺ ഓവർ കുറയും. നോക്കാം, ലേബർ ടേൺ ഓവർ ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് ടു ലീസ്റ്റ് ബൈ യൂസിങ് ആൻ എഫക്റ്റീവ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഡ്യൂറിംഗ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ന്യൂ എംപ്ലോയീസ് കരിയർ. അപ്പൊ പുതുതായിട്ട് വരുന്ന ഒരു എംപ്ലോയിയുടെ കരിയറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫ്രഷറിനെ സംബന്ധിച്ച് നല്ലൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്തായാലും വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ആ ഒരു വ്യക്തിയെ നിലനിർത്താൻ നമുക്ക് പറ്റും. അല്ലാത്ത പക്ഷം ആ ഒരു നമ്മുടെ ഓർഗനൈസേഷനിൽ ആ ഒരു എംപ്ലോയി എന്ത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എംപ്ലോയ്മെന്റിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് എംപ്ലോയീസ് വരുന്നു ഹൈ ലേബർ ടേൺ ഓവർ നമ്മൾ കാണാറുണ്ട്, കൂടുതലായിട്ട് എംപ്ലോയീസ് കൊഴിഞ്ഞു പോകുന്നത്. അതിൽ ചിലപ്പോൾ ഓർഗനൈസേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ജോബിനെ കുറിച്ചിട്ടോ നെഗറ്റീവ് ആയിട്ടൊരു ഒപ്പീനിയൻ അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എംപ്ലോയീസ് ക്യാൻ ഇൻഡ്യൂസ് ടു ബി ക്വിറ്റ് ദ ഓർഗനൈസേഷൻ. അപ്പൊ എന്ത് ചെയ്യും, എംപ്ലോയീസ് സാധാരണ ഈ ഓർഗനൈസേഷൻ വിട്ടു പോകാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. ലേബർ ടേൺ ഓവർ ക്യാൻ ബി റെസ്ട്രിക്റ്റഡ്, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു എഫക്റ്റീവ് ഇൻജെക്ഷൻ പ്രോഗ്രാമിലൂടെ മാത്രമാണ് ലേബർ ടേൺ ഓവർ എന്ത് ചെയ്യാൻ പറ്റുന്നത്, കുറയ്ക്കാനായിട്ട് പറ്റുന്നത്. ഏർലി സ്റ്റേജസ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏർലി സ്റ്റേജസിൽ നമുക്ക് ന്യൂ എംപ്ലോയീസിന് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിലനിർത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ഹെൽപ്സ് ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് എംപ്ലോയീസ് എക്സ്പെക്ടേഷൻ. നമുക്കറിയാം നമ്മൾ സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അത് റിയലിസ്റ്റിക് ആക്കാനായിട്ട് ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ എക്സ്പെക്ടേഷൻസ് ബ്രോട്ട് ഡൗൺ ടു റിയാലിറ്റി ആക്കാൻ വേണ്ടി നമ്മളിപ്പോ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, അത് നല്ല കൊളീഗ്സിന്റെ എടുക്കുന്ന നല്ലൊരു ഒരു ബോണ്ട് ഞങ്ങൾ തന്നെയാണെങ്കിലും
നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ സ്ഥാപനത്തിനോടുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കില്ലെങ്കിലും നമ്മുടെ കൊളീഗ്സ് തമ്മിൽ, ടീച്ചേഴ്സ് തമ്മിൽ, അല്ല മറ്റ് സ്റ്റാഫുകൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട്. അത് ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ വൺ മന്തോളം ട്രെയിനിങ് തന്നെ ആയിരുന്നു. 1 മന്തോളം ഞങ്ങൾക്ക് ട്രെയിനിങ് ആയിരുന്നു, പ്രൊബേഷൻ പീരീഡ് ആയിരുന്നു ഞാൻ വന്ന സമയത്ത്, 1.5 ഇയർ മുമ്പ്. അപ്പൊ ആ സമയത്ത് 1 മന്തോളം ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നിരുന്നു. അപ്പൊ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓരോ ജോബ് അസൈൻ ചെയ്യുന്നത്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. എല്ലാം ഒരുമിച്ച് നമുക്ക് പറഞ്ഞു തരല്ല, ഓരോരോ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസമായിട്ട് അക്യൂർ ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, അങ്ങനെ. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് എന്താണ് നമ്മുടെ എക്സ്പെക്ടേഷൻ റിയാലിറ്റിയിലേക്ക് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നല്ലൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലൂടെയാണ്. ഹെൽപ്സ് ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് എംപ്ലോയി എക്സ്പെക്ടേഷൻ. നമ്മുടെ എംപ്ലോയിയുടെ എക്സ്പെക്ടേഷൻ റിയലിസ്റ്റിക് ആക്കുന്നത് നല്ലൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോസിബിൾ ആണ്. The new employee during the internship program, ഒരു ന്യൂ എംപ്ലോയിനെ സംബന്ധിച്ച് ഒരു നല്ലൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ are thought about expectation of the organization from them and what they implement in turn. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഓർഗനൈസേഷൻ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് ന്യൂ എംപ്ലോയീസിന് മനസ്സിലാവാനും, ന്യൂ എംപ്ലോയീസ് എന്താണ് ഓർഗനൈസേഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻ ടേൺ can expect from the organization. ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്, ഇത് രണ്ടും ഒരു ക്ലിയർ ആവും. നമ്മൾ എന്താണോ പ്രൊവൈഡ് ചെയ്തതെന്നും അവര് അതിന് റിട്ടേൺ ആയിട്ട് നമുക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാരിറ്റി വരും. എക്സ്പെക്ടേഷൻ ക്യാൻ ബി ബ്രോട്ട് ഡൗൺ ടു റിയാലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ റിയാലിറ്റി ആക്കാനായിട്ട് നല്ലൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് പോസിബിൾ ആണ്. നമ്മൾ പറഞ്ഞത് ഹെൽപ്സ് ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് എംപ്ലോയീസ് എക്സ്പെക്ടേഷൻ. എംപ്ലോയീസിന്റെ എക്സ്പെക്ടേഷൻ റിയലിസ്റ്റിക് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ന്യൂ എംപ്ലോയിനെ സംബന്ധിച്ച് ഓർഗനൈസേഷൻ നമ്മളിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നും നമ്മൾ എന്താണ് ഓർഗനൈസേഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്നും ഒരു നല്ലൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് പറ്റും. എക്സ്പെക്ടേഷൻ ക്യാൻ ബി ബ്രോട്ട് ഡൗൺ ഇൻ ടു റിയാലിറ്റി. നമ്മുടെ എക്സ്പെക്ടേഷൻസ് രണ്ടുപേരുടെയും, ഓർഗനൈസേഷന്റെയും അതെ എംപ്ലോയീസിന്റെയും അതെ എക്സ്പെക്ടേഷൻസ് റിയലിസ്റ്റിക് ആക്കാനായിട്ട് നല്ലൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ക്രിയേറ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് ഒരു നല്ലൊരു പ്രോപ്പർ ആയിട്ടൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. കാരണം ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതൊരു പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഓർഗനൈസേഷന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ എംപ്ലോയർ, നമുക്ക് ഓണറിനോട് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ് നോക്കാം. ക്രിയേറ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ എംപ്ലോയർ. നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യാനും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ എംപ്ലോയറിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനും നല്ലൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. പോസിറ്റീവ് ഫീലിംഗ് ടുവേഴ്സ് ദ എംപ്ലോയർ ക്യാൻ ബി ഡെവലപ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. ഒരു പോസിറ്റീവ് ഫീലിംഗ് എന്താ, എംപ്ലോയറിനോടുള്ള പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആസ് വെൽ ആസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എൻഷുർ. നമുക്ക് ആ ജോബ് സാറ്റിസ്ഫാക്ഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പുവരുത്താനായിട്ട് പറ്റും, എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. ഇന്റേൺഷിപ്പ് മേക്ക് ഷുവർ ദാറ്റ് there is an interpersonal communication with the new employee. ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, എംപ്ലോയീസ് ആയിട്ട് ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എന്താണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസ് റിഗാർഡിംഗ് ദി കമ്പനീസ് പോളിസീസ് ആൻഡ് അതർ എംപ്ലോയ്മെന്റ് പ്രാക്ടീസ്. കമ്പനിയുടെ പോളിസിനെ കുറിച്ചിട്ടും എംപ്ലോയ്മെന്റ് പ്രാക്ടീസിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലൂടെ ഒരു ന്യൂ എംപ്ലോയിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. നമ്മള് ഇന്ന ജോബിനാണ് അപ്ലോഡ് ചെയ്തത്, ഇന്ന ജോബിന് ഇന്ന കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്, ഇന്ന പോളിസീസ് ഫോളോ ചെയ്യണം, ഇതേപോലെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വ്യക്തമായ ധാരണ നമുക്കൊരു പ്രോപ്പർ ആയിട്ടൊരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ് ആണ് അസിസ്റ്റ് ദ ന്യൂ എംപ്ലോയീസ് ടു കോൺട്രിബ്യൂട്ട് ഓർഗനൈസേഷൻ സക്സസ് മോർ ടുഗെദർ. നമുക്ക് എന്താണ് ആ സ്ഥാപനത്തിൽ ചെന്നിട്ട് ചെയ്യേണ്ട വർക്ക് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്.
സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിന് ഓർഗനൈസേഷൻ സക്സസ് നേരത്തെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ന്യൂ എംപ്ലോയീസിന് അവർക്ക് ഓർഗനൈസേഷൻ സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും, മുൻകൂട്ടി പറ്റും. കാരണം ഓൾറെഡി നമുക്ക് ഇന്റൻഷൻ പ്രോഗ്രാമിലൂടെ ഇവിടെ എന്താണ് വർക്ക് ചെയ്യേണ്ടത്, ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ആനുവൽ ടാർഗറ്റ് എന്താണ്. ഇപ്പൊ മന്ത്ലി ടാർഗറ്റ് ഓരോ എംപ്ലോയീസിനും മന്ത്ലി ടാർഗറ്റ് ഉണ്ടെങ്കിൽ അതും നമ്മൾ അച്ചീവ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓർഗനൈസേഷൻ സക്സസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രവർത്തിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ഗോൾ ഉണ്ട് ഇല്ലേ? ഇൻഡിവിജ്വൽ ഗോൾ എന്താണ്? മോണിറ്ററി നീഡ്സ് ആയിരിക്കും, പൈസയായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ഇൻഡിവിജ്വൽ ഗോൾ മാറ്റി നിർത്തിക്കൊണ്ട് ഓർഗനൈസേഷൻ സക്സസിന് വേണ്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? വർക്ക് ചെയ്യാൻ. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ പ്ലേസ്ഡ് ആവുമ്പോൾ എന്താണ് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റോള്, ഇൻഡിവിജ്വൽ ഗോൾ ഉണ്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ് ഉണ്ട്. മേ ബി എന്തായിരിക്കും? മോണിറ്ററി ഒബ്ജക്റ്റീവ് ആയിരിക്കും, കറക്റ്റ് ആയിട്ട് സാലറി കിട്ടണം എന്നുള്ളത്. പക്ഷേ നമ്മൾ സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓർഗനൈസേഷന് ഗോളിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതിലൂടെയാണ് ഒരു ഓർഗനൈസേഷന് ഗോൾ അച്ചീവ് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ഗോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ അച്ചീവ്മെന്റ്സിലൂടെയാണ് ഇൻഡിവിജ്വലിന്റെ ഗോൾ എന്ത് ചെയ്യേണ്ടത്? അച്ചീവ് ചെയ്യേണ്ടത്. നോക്കാം. Assist the new employee to contribute to the organization's success more quickly. Another benefits of internship program of new employee is that the organization objective and the annual target are made to know to them along with many other things. അപ്പൊ നമ്മള് അനദർ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇന്റൻഷൻ പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സും ആനുവൽ ടാർഗറ്റും നമ്മൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ടു നോ ടു ദം, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റും. ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിന് നമ്മളുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ആനുവൽ ടാർഗറ്റ് എന്താണ്, അതേപോലെ മറ്റു മെനി അതർ തിങ്സ് ഉണ്ടാവും. ഇമ്പോർട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ദിസ് വിൽ transform the private goal of some employee into the organizational goal. ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? എന്താണ് പ്രൈവറ്റ് ഗോൾ? ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ എംപ്ലോയിയുടെ പ്രൈവറ്റ് ഗോൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഓർഗനൈസേഷൻ സക്സസിലേക്ക്. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഗോളിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഗോളിനേക്കാളും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? ഓർഗനൈസേഷന്റെ ഓവറോൾ അച്ചീവ്മെന്റ്സിനും ഓർഗനൈസേഷന്റെ സക്സസിനുമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. Some employee attempt an unavoidable practice of achieving personal objective in working premises. ചില എംപ്ലോയീസ് അവരൊരു എന്താ പറയാ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടൊരു പ്രാക്ടീസ് കാണിക്കാറുണ്ട് അവരുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ unsuccessful intention program provide the employee with the opportunity to exercise these full practice. ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ അകത്തേക്കായി മാത്രം ലക്ഷ്യങ്ങൾ എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ളൊരു ചിന്തയുള്ള ആൾക്കാരാണെങ്കിൽ അത് അൺസക്സസ്ഫുൾ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ റിസൾട്ട് ആണ്. ഹെൻസ് ഓർഗനൈസേഷൻ ഷുഡ് ചേഞ്ച് the way of delivering effective results from such a person through intention program. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതേപോലത്തെ എംപ്ലോയീസിന്റെ എടുക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് എന്താ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു എഫക്റ്റീവ് ഓറിയന്റേഷൻ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഓർഗനൈസേഷൻ സക്സസിനെ കുറിച്ചിട്ട് വലിയ ബോധേഡായിരിക്കില്ല. എങ്ങനെയെങ്കിലും എനിക്ക് പൈസ ഏൺ ചെയ്താൽ മതി എന്നൊരു ചിന്തയായിരിക്കും. ഒരു കാരണവശാലും അങ്ങനെയല്ല. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന്റെ സക്സസും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻസ് കൊടുക്കണം. ത്രൂ ഇന്റൻഷൻ a new employee will become aware of his and her social responsibility for the organization. നമ്മൾ നല്ലൊരു ഇന്റൻഷൻ പ്രോഗ്രാമിലൂടെ ഒരു പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിന് എന്താണ് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഓർഗനൈസേഷനോടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാകും. ദിസ് വിൽ ടേൺ ഇൻ ടു പ്രൊഡക്റ്റീവ് വർക്ക് എൻവയോൺമെന്റ് ഫോർ മാനേജ്മെന്റ് ആസ് വെൽ ആസ് എംപ്ലോയി. ഇത് എന്തിന് കാരണമാകുന്നത്? ഒരു പ്രൊഡക്റ്റീവ് വർക്ക് എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യാനായിട്ട് കാരണമാകുന്നു.
ഒരു എംപ്ലോയിനെ സംബന്ധിച്ചും മാനേജ്മെന്റിനെ സംബന്ധിച്ചും നമുക്ക് സക്സസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രൊഡക്റ്റീവ് വർക്ക് എൻവയോൺമെന്റ് വേണം. ഒരു നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥാപനത്തിൽ നല്ലൊരു പ്രൊഡക്റ്റീവ് വർക്ക് എൻവയോൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയുമാണ് നമ്മുടെ ബെനഫിറ്റ്സിൽ പറയുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ബെനഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷൻ എന്തെല്ലാമാണ്? മെറിറ്റ്സ്, ബെനഫിറ്റ്സ്, അഡ്വാൻറ്റേജസ് എന്ന് വേണമെങ്കിലും പറയാം. നമ്മൾക്ക് വേണ്ട ബെനഫിറ്റ്സുകൾ ഒന്ന് നോക്കി.
റീഡ് ചെയ്ത് നോക്കിയോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. നമ്മള് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ്സ് ഉള്ളത് പോലെ തന്നെ അതിന് അതിൻ്റെതായ പ്രോബ്ലംസ് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതെല്ലാമാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ തടസ്സങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പ്രോബ്ലംസ് ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാം. പ്രോബ്ലംസ് കണക്റ്റഡ് വിത്ത് ഓറിയന്റേഷൻ പ്രോഗ്രാം ആർ ഡാറ്റ ഓവർലോഡ്. ഒന്ന് ആലോചിച്ച് നിങ്ങൾ പുതുതായിട്ടൊരു കമ്പനി റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാണ്. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ വെക്കാനായിട്ട് പറ്റും നമുക്ക്. നമുക്കങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ഓർമ്മയിൽ വെക്കാനും നമുക്ക് പറ്റണമെന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു പോകും, മറന്നു പോകാനും ഫോർവേഡ് ചെയ്യാനും കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഒരു ഡാറ്റ ഓവർലോഡ് എന്ന് പറയുന്നത് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്ക് നോക്കാം. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഷുഡ് നോട്ട് ഗിവൺ ടു ബി huge amount of information should not be given to new employee simultaneously, as it may prove difficult for employee to understand and retain it. ഒരു എംപ്ലോയിക്ക് മനസ്സിലാക്കാനും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതേപോലെ അത് റീറ്റെയിൻ ചെയ്യാനും അത് ഓർമ്മയിൽ വെക്കാനും അത് ഡിഫിക്കൽട്ടീസ് ആണ്. ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ ഒറ്റ ദിവസം തന്നെ പ്രൊവൈഡ് ചെയ്യാണെങ്കിൽ. Thus, it is essential to break up the information in bits so that the employee can ample time to accept, analyze and absorb it. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഇൻഫർമേഷൻസ് നമ്മൾ ബ്രേക്ക് ചെയ്ത് കുറച്ചായിട്ടായിരിക്കും വേണം നമ്മൾ എന്ത് ചെയ്യുന്ന എംപ്ലോയിക്ക് കുറച്ചൊരു ലിമിറ്റ് ഒരു എന്താ പറയാ കുറച്ച് അതൊരു മൊത്തം ഇൻഫർമേഷൻ നമ്മൾ സ്മോൾ അല്ലെങ്കിൽ ടാസ്കുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ടൈം, അക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈമും അനലൈസ് ചെയ്യാനുള്ള സമയവും അബ്സോർബ് ചെയ്യാൻ ഗ്രാസ്പ് ചെയ്യാനുള്ള ടൈമും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അലൗ ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് അൺഫോർച്യൂണേറ്റ് ദാറ്റ് passionate organization and HR persons place large part of information on the employee shoulder on the very first day. സാധാരണയായിട്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസും HR പേഴ്സണൽസ് ഉണ്ടാവും. അവർക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അവർക്ക് ഓൾറെഡി അറിയാം. അവരെന്ത് ചെയ്യും? അവരൊറ്റയടിക്ക് എല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്യും? എംപ്ലോയിക്ക് പറഞ്ഞു കൊടുക്കും. ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളൊരു രീതിയിൽ ആവും. അപ്പൊ അത് എംപ്ലോയിനെ സംബന്ധിച്ചത് ഒരു ബേർഡൻ ആണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഒത്തിരി ബേർഡൻ ആണ്. ദിസ് മേ ഫർദർ ടെറിഫൈ the nervousness of the employee. അപ്പൊ ഒന്നാമത് എംപ്ലോയി പേടിച്ചിരിക്കുകയാണ്. അപ്പൊ നെർവസ്നെസ് കൂട്ടാനായിട്ട് ഇത് കാരണമാണ്. കാരണം നമ്മൾ ആദ്യം ഒരു സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് നിന്റെ ഡ്യൂട്ടി, ഇതെല്ലാം പോലും നിങ്ങൾ ഫോളോ ചെയ്യണം. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇനിയുന്ന പെനാൽറ്റി അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾക്ക് പണിഷ്മെന്റ്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോരെ. അപ്പോ ഡാറ്റ ഓവർലോഡ് എന്ന് പറയുന്നത് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ എന്താണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് പ്രോബ്ലം ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റി. വിരസത ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണമാവും ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം. വിരസത ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിജിഡിറ്റി എന്താണ് കാഠിന്യം. ചിലപ്പോ ചില ഓറിയന്റേഷൻ പ്രോഗ്രാം ചിലപ്പോൾ ടഫായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എംപ്ലോയിക്ക് അതൊരു എക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. എംപ്ലോയി ഡു നോട്ട് ഫീൽ കംഫർട്ടബിൾ when an intention program is organized in a formal and routine way, just like a custom. അപ്പൊ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഒരു എന്താ പറയാ ഫോർമൽ അല്ലെങ്കിൽ റുട്ടീൻ വേയിലാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് എംപ്ലോയീസില് വിരസത ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകും. Hence, there is a needed to conduct the program in dynamic and interactive manner. അപ്പൊ നമ്മൾ എങ്ങനെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം? ഒരു ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചിങ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ കഴിവും കാര്യങ്ങളും മനസ്സിലാക്കുന്ന രീതിയിൽ. ഇപ്പൊ ഒരു എംപ്ലോയിക്ക് ഒന്നും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഒരു ഇന്ററാക്റ്റീവ് സെഷനിലൂടെ അവരോടും കൂടി അഭിപ്രായങ്ങൾ ചോദിച്ച് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. This can be done if the employee are encouraged to voluntarily and actively participate in an intention program.
അപ്പോൾ ഇതെങ്ങനെ പോസിബിൾ ആകുന്നത് നമ്മുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമില് വോളണ്ടറി ആക്ടിവിറ്റി ന്യൂ എംപ്ലോയീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമാണ് പോസിബിൾ ആകുന്നത്. To make it as pleasant activities and not the punishment for the employee who have joined recently. നമ്മൾ പ്ലസന്റ് ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി തന്നെ വേണം ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ. അല്ലാതെ അവർ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഓർഗനൈസേഷനോടൊരു എന്താ പറയാ ഇഷ്ടക്കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അവരുടെ മനസ്സിലൊരു നെഗറ്റീവ് ഇമേജ് ബിൽഡ് ചെയ്യും. അപ്പൊ രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ ആദ്യം നോക്കിയത്. ഡാറ്റ ഓവർലോഡും പ്രോബ്ലം ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റി. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ അറ്റ് എ ടൈം ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ എംപ്ലോയിക്ക് കാര്യങ്ങൾ മനസ്സിലാകില്ല. നിങ്ങളോട് ഞാൻ ഈ ഒരു ചാപ്റ്റർ മൊത്തമായിട്ട് ഒരു ദിവസം സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല അല്ലെ. അപ്പൊ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെയാണ്, ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ്സിൽ വന്നിട്ട് ഈ ചാപ്റ്ററെ കുറിച്ച് മൊത്തമായിട്ട് സമ്മപ്പ് ചെയ്തു എന്നിട്ട് നിങ്ങളോട് വായിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടഫായിരിക്കില്ലേ. അതേപോലെ തന്നെയാണ് പുതുതായിട്ടൊരു എംപ്ലോയിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട ഇൻഫർമേഷൻസ് നമ്മൾ എന്താണ് ഒരു ലിമിറ്റ്, ആ ഒരു ലിമിറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്നാലാണ് ആ ഇൻഫർമേഷൻസ് അത് അനലൈസ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും അദ്ദേഹത്തിന് അവസരം കിട്ടുന്നത്. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ ടെൻഷനും നെർവസ്നെസ്സും ഒക്കെ കൂട്ടാനായിട്ട് കാരണമാകും. അതേപോലെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആണെങ്കിൽ അത് എംപ്ലോയിക്ക് അത് ബോറാണ്. കാരണം എന്താണ് ചിലപ്പോ ഭയങ്കര ടഫായിട്ടുള്ള പ്രോഗ്രാമോ അല്ലെങ്കിൽ ബോറൊക്കെ ആവുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇന്ററാക്റ്റീവ് സെഷനൊന്നും ഇല്ലാണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ഒരു ഇന്ററാക്റ്റീവ് സെഷനിലൂടെയാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് സെഷൻ നിങ്ങളോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും? ക്ലാസ് ബോറടിക്കില്ല. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്, ഇവിടെ നിന്ന് ഞാൻ മാത്രമാണ് ക്ലാസ് പറഞ്ഞിരുന്നത്, ക്ലാസ് ബോറടിക്കുന്നില്ലേ? അപ്പൊ എംപ്ലോയീസിനും അത് തന്നെ പ്രശ്നം വരുന്നത്. ഒരു ഇന്ററാക്റ്റീവ് മാനറിലാണ് നമ്മൾ കാര്യങ്ങൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും അവർക്ക് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ അവർക്ക് പ്ലസന്റ് ആയിട്ട് ഓരോ ആക്ടിവിറ്റീസും നല്ല ഹാപ്പിനെസ്സോട് കൂടിയും ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അവർക്ക് അവസരം കിട്ടും. നോട്ട് പണിഷ്മെന്റ്. ഒരു പുതുതായിട്ടൊരു എംപ്ലോയി വരുമ്പോൾ തന്നെ നമ്മൾ അവരെ പണിഷ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്താണ് ഡാറ്റ ഓവർലോഡ് എന്നും പ്രോബ്ലം ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റി എന്ന് വായിച്ചു നോക്കി. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ലിമിറ്റേഷൻ അല്ലെങ്കിൽ അടുത്ത പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നത് എംപ്ലോയീസിന് ന്യൂ റിക്രൂട്ടിക്ക് ലാക്ക് ഓഫ് ആഡക്വേറ്റ് ടൈം. നമുക്ക് കറക്റ്റ് ആയിട്ട് ടൈം കൊടുത്തിട്ടുണ്ടാവില്ല നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ മനസ്സിലാക്കാനും ഓർഗനൈസേഷന്റെ ആ ഒരു
വർക്കിംഗ് ഓർഗനൈസേഷൻ അനുസരിച്ച് വർക്ക് ചെയ്യാൻ, ഓർഗനൈസേഷന്റെ ഡിമാൻഡ്സ് അനുസരിച്ച് വർക്ക് ചെയ്യാൻ നമ്മൾ ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് ടൈം കൊടുക്കണം. ടൈം നമ്മൾ ഒരു ആഡ്വക്കേറ്റ് ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, ഒരു നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് മനസ്സിലാക്കാനും ഇവിടുത്തെ വർക്ക് അനുസരിച്ച് അവർക്ക് പ്രോപ്പർ ആയിട്ട് ജോബ് പെർഫോം ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ അലൗ ചെയ്യണം. ട്രെയിനിങ് ഫോർ ദ ഫെസിലിറ്റേറ്റേഴ്സ്, നമ്മൾ ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണ്ടേ. അപ്പൊ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. ഒന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ സാധാരണയായിട്ട് ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ലൈൻ മാനേജേഴ്സ് ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ ഇവര് പ്രോപ്പർ ആയിട്ട് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് ഈ ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ട്യൂട്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസർ, സുപ്പീരിയർ, അവർക്ക് വേണ്ട ട്രെയിനിങ് എങ്ങനെയാണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്, ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. When the role of promoter of an internship program is handed over to the supervisor and the line manager of the organization. ഒരു എന്താ പറയാ, ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ശരിക്കും ആരാണ് കണ്ടക്ട് ചെയ്തത്, ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ലൈൻ മാനേജർ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. They may not able to carry out it is effectively. ചില സമയങ്ങളിൽ ഈ പ്രോഗ്രാം സൂപ്പർവൈസർക്കോ ലൈൻ മാനേജർക്കോ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്യാരി ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ആഡ്വക്കേറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ട്രെയിനിങ്. അതെന്തുകൊണ്ടാവാം, ഇവർക്ക് അതിനുള്ള എക്സ്പീരിയൻസോ ട്രെയിനിങ്ങോ ഇല്ലാത്തതുകൊണ്ടാവാം. ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വേണം. Moreover, they may also extremely busy in making arrangements for the programs in advance, and as the result of which the efficiency may ultimately affected. Maybe നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തികൾക്ക് എക്സ്പീരിയൻസ് കുറവാണ്, അവർക്ക് ഈ ജോബിനെ കുറിച്ച് അത്ര നോളജ് കുറവാണെങ്കിൽ ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയിക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് പറ്റില്ല. എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് മാത്രമായിരിക്കും ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന എംപ്ലോയീസിന് ഞാൻ പാസ് ചെയ്യുന്നത്. അപ്പൊ അവരൊരു പ്രോപ്പർ ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നടക്കണമെന്നില്ല. They might also try to weaken the significance of incumbent position in the organization. ഇത് എന്തിന് കാരണമാകുന്നു, ഇൻക്യുബന്റ് പൊസിഷൻ കുറച്ചും കൂടി വീക്ക് ആവാനായിട്ട് കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഓർഗനൈസേഷൻ വർക്കിനെ കുറിച്ചിട്ടൊന്നും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവില്ല. Overstate their own power on incumbent job. അതേപോലെ തന്നെ നമ്മളുടെ അസിസ്റ്റിംഗ് എംപ്ലോയീസ് അവരുടെ പവർ ഇതിൽ കാണിക്കും. ഈ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്ത എംപ്ലോയിയുടെ ജോബില് കൂടുതലായിട്ട് അവർ കൺട്രോളും കാര്യങ്ങളൊക്കെ എടുക്കും. എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്നുള്ളൊരു ഓവർ കൺട്രോളും കാര്യങ്ങളും ഉണ്ടാവും. ആസ് ദ റിസൾട്ട്, the attitude and content of the existing employee may seem to be threatening for the incumbent. അപ്പോ നമ്മൾ എക്സിസ്റ്റിംഗ് എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡും കണ്ടന്റും എന്താണ്, ഒരു threatening, ഒരു ഭീഷണി പോലെ ആയിരിക്കും ഇൻക്യുബന്റിന് ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ ഓണറിനോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ മര്യാദ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടല്ല ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതെല്ലാം എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഒരു ന്യൂ എംപ്ലോയി ഓവർകം ചെയ്യേണ്ടതായിട്ട് വരും. ലാക്ക് ഓഫ് ആഡ്വക്കേറ്റ് ടൈം, പ്രോപ്പർ ആയിട്ട് ടൈം കൊടുക്കുന്നില്ലെങ്കിൽ, അവർക്ക് പഠിച്ചെടുക്കാനുള്ള ടൈം അലൗ ചെയ്തില്ലെങ്കിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ട്രെയിനിങ് തരുന്ന വ്യക്തികൾ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ ആ വ്യക്തികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പ്രോപ്പർ ആവണമെന്നില്ല. സോ ദാറ്റ് മേ അഫക്ട് ദ ന്യൂലി റിക്രൂട്ട് എംപ്ലോയീസ്. എന്താണ്, അവരുടെ കൂടുതലായിട്ട് അവരുടെ പെർഫോമൻസിന് അത് ബാഡ്ലി അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. റിസ്ക് ഓഫ് ഫെയിലിയർ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ചില കേസുകളിൽ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കൗണ്ടർ എഫക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, വിപരീത ഫലങ്ങൾ. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉദ്ദേശിച്ചായിരിക്കും കൊടുത്തത്, പക്ഷെ അത് അഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അഡ്വേഴ്സ്ലി അഫക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. നോക്കാം, the retention level of the employee can be improved through an organized internship program. നല്ലൊരു ഓർഗനൈസ്ഡ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്താനായിട്ട് പറ്റും. ആൻഡ് ആസ് ദ റിസൾട്ട് ഓഫ് വിച്ച് അട്രാക്ഷൻ can be reduced, particularly in the early year.
ഈ ഒരു അട്രാക്ഷൻ ആദ്യം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം മനസ്സിലാവുമ്പോൾ നമ്മൾ അവിടെ നിലനിൽക്കും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ മേ ബി നമ്മുടെ ആ ഇൻട്രസ്റ്റ് പോവാനുള്ള ചാൻസ് ഉണ്ട്. ഓൺ ദ അതർ ഹാൻഡ്, എ വീക്ക്ലി പ്രിപ്പയർഡ് ഇംപ്ലിമെന്റഡ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം, ഒരു വീക്ക്ലി ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആണ് എന്ത് ചെയ്തത് കണ്ടക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ could produce undesirable result. നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. It may force the new employee to build up negative feeling towards the organization. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനോട് എനിക്ക് ദേഷ്യമുണ്ട്. എനിക്ക് ട്രെയിനിങ്ങിന് വന്ന ഒരു വ്യക്തിയോട് ഞാൻ എന്റെ സ്ഥാപനത്തിനോടുള്ള എന്റെ ദേഷ്യം ഞാൻ പറയില്ലേ, ആ ഒരു രീതിയിലായിരിക്കില്ല അവരുടെ ഞാൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവർക്കും ഓട്ടോമാറ്റിക്കലി ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. And also about their attitude towards the ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. ആ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നത് ഡെവലപ്പ് ചെയ്യും. ഓൾസോ ദിസ് ഈസ് നോട്ട് ഡൺ ഡെലിബറേറ്റ്ലി. മേ ബി അത് എന്താണ് ശരിക്കും ആ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. This in due course also force the employee to the job suddenly as he is nervous, fearful, uncertain about his future. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, എംപ്ലോയി ഈ ജോബ് ലീവ് ചെയ്യാൻ, ഈ ജോബിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. മേ ബി നെർവസ്നെസ് കൊണ്ടോ ഫിയർ കൊണ്ടോ അൺസർട്ടനിറ്റി കാരണമോ എന്ത് ചെയ്യും, ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയി നമ്മുടെ സ്ഥാപനം വിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഈ രണ്ട് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കൂ. ലാക്ക് ഓഫ് ആഡ്വക്കേറ്റ് ടൈം ആൻഡ് ട്രെയിനിങ് ഫോർ ഫെസിലിറ്റേറ്റേഴ്സും റിസ്ക് ഓഫ് ഫെയിലിയറും കൗണ്ടർ എഫക്റ്റും. ഓക്കെ, ഈ കൗണ്ടർ എഫക്ട് എന്ന് പറയുന്നത് ഞാൻ പറയാം. ഇപ്പൊ ആ ഒരു എംപ്ലോയിനെ ഞാൻ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, ഞാനൊരു സീനിയർ എംപ്ലോയി ആണ്. അപ്പൊ എനിക്ക് തോന്നി എന്റെ ജോബ് പൊസിഷൻ ആ ഒരു എംപ്ലോയി ഭീഷണിയാണ് എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു എംപ്ലോയി നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കാൻ സമ്മതിക്കുമോ? ഇല്ല. കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഇമേജും കാര്യങ്ങളൊക്കെ കമ്പനിയെ കുറിച്ച് ബിൽഡ് ചെയ്യും. ആ എംപ്ലോയിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനായിട്ട്, എല്ലാവരും അല്ല, എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നു. അപ്പൊ അതൊരു കൗണ്ടർ എഫക്റ്റ് ആണ്. പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഒന്നും കൊടുക്കൂല. അപ്പൊ അതും എന്ത് ചെയ്യാനുള്ള കാരണമാകും, ഒരു എന്താണ് ഫെയിലിയർ, ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഫെയിലിയറിന് കാരണമാകുന്നു. ഒന്ന് റീഡ് ചെയ്ത് നോക്കി.
Okay. Then next portion കൂടി എടുത്തോട്ടെ. Lack of diversity in orientation and absence of evaluation and follow-up. Lack of diversity in orientation program. Orientation program, diversity, വൈവിധ്യം. ചില ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എംപ്ലോയീസ് ആയിരിക്കും, ഡിഫറെന്റ് എബിലിറ്റീസ് ലേണിംഗ് സ്കില്ലൊക്കെ ആയിരിക്കും ഓരോ എംപ്ലോയീസിനെ സംബന്ധിച്ച്. അപ്പൊ ഓരോ കുട്ടിക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് പെട്ടെന്ന് പറഞ്ഞ് ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ ഉണ്ടാവും. അങ്ങനെ എല്ലാവർക്കും ആ ഒരു പവർ ഉണ്ടാവണമെന്നില്ല. Level of learning ability and perpetual skill vary from one person to another. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ലേണിംഗ് എബിലിറ്റി പെർസെപ്ച്വൽ സ്കിൽസ്, കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനുള്ള സ്കിൽസും ഡിഫറെന്റ് ആയിരിക്കും. Few people can grasp better than once. ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റൊരു വ്യക്തിക്ക് ചിലപ്പോ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. Likewise, only listening to the presenter may be enough for some people to understand the subject matter. നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ചില കുട്ടികൾക്ക് മനസ്സിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ചിലവർക്കാണെങ്കിൽ while others may need to video presentation, നമ്മൾ വീഡിയോ പ്രസന്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും, വീഡിയോ പ്രസന്റേഷനിലൂടെ കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഡെമോ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫർമേഷൻ ക്ലിയർലി. ആ ഒരു ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ ഡെമോ വീഡിയോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. Make use of common method and same delivery system by the organization in internship program for all employees. സാധാരണയായിട്ട് കോമൺ മെത്തേഡ് ആണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എല്ലാ ടൈപ്പ് സ്കില്ലുള്ള എംപ്ലോയീസിനും ആക്ട് ആവുന്നില്ല. ചിലപ്പോൾ ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് വീക്ക് ആയിട്ടുള്ള എംപ്ലോയി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല. Regardless of their skill level, education background may affect an effectiveness of the internship program. നമ്മളിപ്പോ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഗ്രൂപ്പ് ആയിട്ട് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാന്ന് വിചാരിക്കും. അതിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ കാര്യം പറയാം. ഫുൾ ഇംഗ്ലീഷിലാണ് നമ്മൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. പണ്ട് നമ്മൾ മീഡിയം ഓഫ് ലാംഗ്വേജ്, ചിലപ്പോൾ മലയാളം മീഡിയം പഠിച്ചു വന്ന കുട്ടികളുണ്ടാവും, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്ന കുട്ടികളുണ്ടാവും. ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇംഗ്ലീഷിലാണ് നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ വന്ന കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ മലയാളം മീഡിയത്തിൽ വന്ന കുട്ടികൾക്ക് എന്താണ്, കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഇപ്പൊ നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന എപ്പോഴാണ്, +1 അഡ്മിഷൻ കഴിഞ്ഞ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോഴാണ്. കാരണം ക്ലാസ് ഫുൾ ഇംഗ്ലീഷിലായിരിക്കും. അപ്പൊ ഒത്തിരി പേര് മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന പിള്ളേര് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയാണ് ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് എല്ലാവർക്കും ഈക്വൽ സ്കിൽ ആവണമെന്നില്ല. ഡിഫറെന്റ് പേഴ്സണാലിറ്റി സ്കില്ലൊക്കെ ആയിരിക്കും, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഒരേ രീതിയിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം എല്ലാവരും എഫക്റ്റീവ് ആവണമെന്നില്ല. ആബ്സെൻസ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ്. നമ്മൾ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ല, ഇവാലുവേറ്റ് ചെയ്തില്ല, പ്രോപ്പർ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായോ എന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അത്. It is important for the organization to assess the efficiency of the internship program. ഒരു ഓർഗനൈസേഷൻ ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യാനായിട്ട് ഒരു എഫിഷ്യന്റ് ഓറിയന്റേഷൻ പ്രോഗ്രാം അസസ് ചെയ്യുക എന്നുള്ളത് ഒരു എന്താണ് ഓർഗനൈസേഷന്റെ ഉത്തരവാദിത്തമാണ്. ഗ്യാതറിംഗ് ഫീഡ്ബാക്ക് ഫ്രം ദ ന്യൂ എംപ്ലോയി. നമ്മൾ ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയിൽ നിന്ന് ഫീഡ്ബാക്ക് കാര്യങ്ങൾ കളക്ട് ചെയ്യാം.
പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നേക്ക് അവരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യാം. ദേ ഷുഡ് റെഗുലർലി ഫോളോ അപ്പ് ദ ഫീഡ്ബാക്ക് പ്രോസസ്. അപ്പോൾ അവർ എന്ത് ചെയ്യണം, അവർ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അവർക്ക് കൺഫ്യൂഷനോ ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഇതിനൊക്കെ വേണോ എന്ന് നമ്മൾ അവരോട് ചോദിക്കണം. ബൈ മേക്കിംഗ് റിക്വയർഡ് മോഡിഫിക്കേഷൻ ഇൻ ദ പ്രോഗ്രാം ടു അപ്ഗ്രേഡ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായത്തില് ഇനി ഏതെങ്കിലും നമ്മുടെ പ്രോഗ്രാമിൽ മോഡിഫിക്കേഷൻ വേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആരോട് ചോദിക്കണം, എംപ്ലോയിനോട് ചോദിച്ച് മനസ്സിലാക്കണം. On the other hand, many organizations rarely carry out serious assessment and follow-up of their retention program. ചില ഓർഗനൈസേഷൻസുകൾ സീരിയസ്ലി അസസ്മെന്റ് ആൻഡ് ഫോളോ അപ്പ് ചെക്കപ്പ് ചെയ്യാറുണ്ട്, പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. ആബ്സെൻസ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ് എല്ലാ ഓർഗനൈസേഷനും ഇല്ല. ഉള്ളത് നല്ലതാണ്, എന്നിരുന്നാലും അത് എല്ലാ ഓർഗനൈസേഷനും ഇവാലുവേഷൻ പ്രോസസ് ഇല്ലാത്തത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. എല്ലാ എംപ്ലോയീസിനും സെയിം ലെവൽ ഓഫ് സ്കിൽസോ ലേണിംഗ് എബിലിറ്റിയോ അല്ല. അപ്പൊ നമ്മൾ ഓരോ ലെവലിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മുടെ എഫക്റ്റീവ്നെസ്, ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ എഫക്റ്റീവ്നെസ്സിനെ അത് അഫക്ട് ചെയ്യും. ആബ്സെൻസ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്ന് നമ്മൾ അവരോട് ഫോളോ അപ്പ് ചെക്കപ്പ് ചെയ്തില്ലെങ്കിൽ അത് ചിലപ്പോൾ കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് കാരണമാകും. ഇത്രയുമാണ് എന്ത് ലിമിറ്റേഷൻസ് ഓഫ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓഫ് ഓറിയന്റേഷൻ. എന്തെല്ലാമാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്നാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. സോ ഇത് ഞാൻ ലാസ്റ്റ് 2 പോയിന്റ് വേഗം സ്പീഡിലാണല്ലേ പറഞ്ഞത്. ഞാൻ പോർഷൻ നെക്സ്റ്റ് ഡേ നമ്മൾ ഒന്നുകൂടി പറഞ്ഞിട്ട് പ്രോബ്ലംസ് ഒന്നുകൂടി പറഞ്ഞിട്ട് പ്ലേസ്മെന്റിലേക്ക് മൂവ് ആവാം കേട്ടോ. ഓക്കെ, ആ പ്ലേസ്മെന്റോട് കൂടി നമ്മുടെ ഈ ഒരു വലിയ യൂണിറ്റ്, നമ്മളെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന വലിയ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്, ഈ ചാപ്റ്ററിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പോകാം. ഓക്കെ, താങ്ക് യു ഓൾ.